ഇന്ന് ഫെബ്രുവരി 14. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 6 വർഷം തികയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2019 ഫെബ്രുവരി 14 ഈ ദിനം ഓരോ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലും ഒരു നൊമ്പരമായി ഇന്നും തുടരുന്നു. പാകിസ്ഥാന്റെ പിന്തുണയോടെ ഭീകരർ നടത്തിയ ഈ അക്രമത്തിൽ ജന്മനാടിനായി ജീവൻ വെടിഞ്ഞത് 40 സൈനികരാണ്. കാശ്മീർ താഴ്വരയുടെ പല ഭാഗങ്ങളിൽ ഡ്യൂട്ടി പൂർത്തിയാക്കിയ CRPF ജവാന്മാരെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പിലേക്ക് 78 വാഹനങ്ങളിൽ തിരികെ ദേശീയപാതയിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് പുൽവാമയ്ക്കടുത്തുള്ള അവന്തിപുരയ്ക്ക് സമീപമെത്തിയപ്പോൾ ഒരു സ്കോർപിയോ കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് സൈനിക ബസ്സിലേക്ക് പാഞ്ഞു കയറി. പിന്നെയുണ്ടായത് ഉഗ്രസ്ഫോടനം. പിറന്ന നാടിനായി 40 സൈനികർ തൽക്ഷണം വീരമൃത്യു വരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പിറന്ന നാടിനു വേണ്ടി ജീവിതം ബലി നൽകിയ ധീരദേശസ്നേഹികളായ ഈ 40 ജവാന്മാർ ഇന്നും ഓരോ ഭാരതീയന്റെ മനസ്സിലും ഒരു കനലായി നിൽക്കുന്നു. ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഊർജമായി മാറുകയായിരുന്നു ഈ സൈനികർ. അക്രമം നടന്ന് കൃത്യം 12 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. 1971 ശേഷം പാക് നിയന്ത്രണ രേഖ കടന്ന ഇന്ത്യൻ സൈന്യം ഫെബ്രുവരി 26 അർദ്ധരാത്രി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഭസ്മമാക്കി. പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ പ്രത്യാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഒറ്റ രാത്രി കൊണ്ട് 300-ലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത്. പുൽവാമ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരരെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. പിറന്ന നാടിനായി ജീവൻ നൽകിയ ധീര സൈനികർക്ക്, ഭാരതമാതാവിൻ്റെ വീരപുത്രന്മാർക്ക് 1000 പ്രണാമം.